ഉദ്ധിത ദൈവമേ രക്ഷക സമാധാനമേ ഡെയിലി വിത്ത് ഗ്രേസിൽ എല്ലാവർക്കും സ്വാഗതം. സകല ജനങ്ങളും അറിയുന്ന വലിയ രഹസ്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് സകലരും നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് പിതാവായ ദൈവമാണ്. ഈ പിതാവായ ദൈവത്തിൻ്റെ മുഖവും സർവ്വരഹസ്യങ്ങളും പഠിപ്പിച്ചത് ക്രിസ്തു എന്നത് മാത്രമാണ്. അപ്പോൾ ക്രിസ്തുവും ദൈവം തന്നെ. അതുപോലെ മനസ്സിലാക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, സകലരും നിങ്ങളെ ഉപേക്ഷിച്ചാലും അതോടൊപ്പം പശ്ചാത്തലത്തിൽ വരുന്നവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നത് തിരുസഭയാണ്. ഈ തിരുസഭയിൽ സർവ്വരഹസ്യങ്ങളും സർവ്വചൈതന്യങ്ങളും ദൈവികതയും നിറഞ്ഞു നിൽക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറത്ത് ചിന്തിക്കുമ്പോൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഓരോ ഒരു പ്രാർത്ഥനയാണ് ഈ ഭൂമിയിലുള്ളത്. അത് വിശുദ്ധ കുർബാന. കാരണം വിശുദ്ധ കുർബാനയിലാണ് ദൈവത്തെ നേരിട്ട് ആരാധിക്കുന്നത്. വിശുദ്ധ ചൈതന്യം അതിൽ കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സകലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വിശുദ്ധ നാട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നത്? അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ എനർജി ഗ്രൂപ്പുകളും മത്സരിക്കുകയാണ് തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പല ആത്മാക്കളെയും കൂട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇതിലൊരു അധികാരമുണ്ട്. ബന്ധിക്കുവാനും ബന്ധനം അഴിക്കുവാനുമുള്ള അധികാരം ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇതിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ എനർജി ഗ്രൂപ്പിൽ ഉദാഹരണം ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുവെങ്കിൽ ഒരു പക്ഷേ ക്രിസ്ത്യാനി എന്ന എനർജി ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ഗ്രൂപ്പിലൂടെ വളർന്ന വ്യക്തിയാകാം. അങ്ങനെയെങ്കിൽ മറ്റു ഗ്രൂപ്പിന് ഇവനെ ഏത് തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്ത് നശിപ്പിക്കുവാനും കഴിയും. അപ്പോൾ ആക്സിഡൻറ്റുകളെല്ലാം ദൈവം വരുത്തുന്നതാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. കാരണം മറ്റ് എനർജി ഗ്രൂപ്പുകൾ നമ്മൾ വളരുന്നതിലാകാം, നമ്മൾ മറ്റുള്ളതിന് വ്യത്യസ്തമായി ജീവിക്കുന്നതിനാകാം, മതപരമായ വളർച്ചയ്ക്കൊണ്ടാകാം. അതിനപ്പുറത്ത് തന്നെ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് നല്ല രീതിയിലായ വ്യക്തിയെ ചിലപ്പോൾ ഒരു പക്ഷേ വീണ്ടും പാപം ചെയ്ത് അകലാതിരിക്കുവാനായിട്ട് അവൻ്റെ പ്യൂരിറ്റിയുള്ള ആത്മാവിനെ ഒരു എനർജി ഗ്രൂപ്പ് സ്വീകരിക്കുന്നതാകാം. അപ്പോൾ എനർജി ഗ്രൂപ്പിലൂടെ മരണശേഷം മനുഷ്യനെ സ്വാധീനിക്കുന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഈ ലോകത്ത് തന്നെ നിത്യജീവനും സ്വർഗവുമുണ്ട്. മരണശേഷം മനുഷ്യന് ആത്മാവിലുള്ള അവസ്ഥയാണ് ഇതിൽ തിരിച്ചറിവുണ്ടായിരിക്കണം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാം ദൈവം നൽകുന്നതല്ല, ദൈവം അറിയുന്നുണ്ട്, ദൈവം അനുവദിക്കുന്നതുമുണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. അതുകൊണ്ടാണ് ദൈവം നൽകുന്നതാണെന്നെല്ലാം വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും ഒരു ശത്രുക്കളുടെ എനർജി ഗ്രൂപ്പ് നമുക്കുണ്ടായിരിക്കും. നമ്മളെ വളർത്തുന്നതായിരിക്കുന്നതാണോ നശിപ്പിക്കുന്നതാണോ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതോടെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, നമ്മളെ നയിക്കുന്ന പുരോഹിതന്മാരും ഉസ്താദുമാരും ബ്രാഹ്മൺസും എല്ലാവർക്കും നമ്മളെ നയിക്കാനുള്ള അനുഗ്രഹമില്ല. നമ്മളെ നയിക്കുന്ന ഇടയന്മാർക്ക് പ്രകൃതിയും പുരുഷയും പൂർത്തിയായുള്ളതായിരിക്കണം. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ മാത്രമേ പൂർണ്ണതയിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുള്ളൂ. അല്ല ഒരു തലം മാത്രമേ നമ്മളെ കൊണ്ടുപോവുകയുള്ളൂ. അതിനാൽ പൂർണ്ണതയുള്ള ഇടയന്മാർക്ക് മാത്രമേ നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ. ദൈവം നമ്മളെ പരിപൂർണതയിലേക്ക് ജന്മം നൽകിയവരാണ്. ദൈവം നമ്മളെ